Amritwani Life Kids Superstar Senior powered by Malabar Gold and Diamonds and UGS Gold Loan and Eastern. Judges, Yes. നമുക്കൊരു ഫാമിലിയെ ക്ഷണിച്ചാലോ നമ്മുടെ ഈ കുടുംബത്തിലേക്ക്? Okay, so let's welcome Ajal and family. अरे अजल आओ. മാളു, ഇന്നെനിക്ക് നിന്റെ വീട്ടിലാ പണി. ആണോ? നിന്നെ കാണാൻ വേണ്ടി മാത്രം ഞാൻ ഇന്ന് പണിക്ക് വന്നത്. അയ്യോ, പക്ഷെ കാണാൻ പറ്റത്തില്ല. അത് പറഞ്ഞാ എങ്ങനെ? അച്ഛനെങ്ങാനും അറിഞ്ഞ എന്നെ കൊല്ലും. ദേ മാളു, എങ്ങനെയാലും കണ്ടേ പറ്റൂ. ഷോ, അങ്ങനെയൊന്നും പറയല്ലേ ഏട്ടായി. ഒരു കാര്യം ചെയ്യ്, ചേട്ടായി എവിടെ ഇരുന്ന് ഉറക്കെ ഒരു പാട്ട് പാടിയാ മതി, ഞാനിവിടെ ഇരുന്ന് കേട്ടോളാം. പാട്ടോ? എടി പെണ്ണെ, ഞാനിവിടെ പണിക്ക് വന്നതാ. സിനിമയിലൊക്കെ പാടിക്കൊണ്ട് ജോലി എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. പാട്ട് പാടിയില്ലെങ്കിൽ ഞാൻ മിണ്ടൂല, കാണൂല, ബ്ലോക്കും ചെയ്യും. ഓ ശരി ശരി ശരി, പാടാം. േവാരം നോൽക്കുന്നുണ്ടേ അകലെ അകലെ മുകില്, തനതന്നാരം പാടുന്നുണ്ടേ പകലിലരിയ വെയില്. േവാരം നോൽക്കുന്നുണ്ടേ അകലെ അകലെ മുകില്, തനതന്നാരം പാടുന്നുണ്ടേ പകലിലരിയ വെയില്. പുന്നാര പെരുന്തച്ഛനെ വിരുദ കൊണ്ട് ഭൂലോകം ചമച്ചവനെ, കാണാത്ത മരമരത്ത് കനവ് കൊണ്ട് കൊട്ടാരം പണിഞ്ഞവനെ, ഒരു ചാണോളം നീളത്തിൽ ഉയിരിനൊരുവം താ. കച്ചില് കടിയട് കൈകൊടു മെയ്കൊടു തക്കിട തരികിടതോ, ആ കച്ചിലൊരുളിയിട് കുറിയിട് കോലിട് തകതിമി തകതിമിതോ. േവാരം നോൽക്കുന്നുണ്ടേ അകലെ അകലെ മുകില്, തനതന്നാരം പാടുന്നുണ്ടേ പകലിലരിയ വെയില്. തേക്കുമരമാശാരിക്ക് ശില്പകലയുണ്ടാക്കാം, നാട്ടുമരമണ്ണാച്ചിക്ക് മണ്ണിലൊരു തൂണാക്കാം. തേക്കുമരമാശാരിക്ക് ശില്പകലയുണ്ടാക്കാം, നാട്ടുമരമണ്ണാച്ചിക്ക് മണ്ണിലൊരു തൂണാക്കാം. 10 മുഴം കാതൽ തന്നാൽ മുത്താരം ഞാൻ ഉണ്ടാക്കാം, 10 മുഴം കാതൽ തന്നാൽ മുത്താരം ഞാൻ ഉണ്ടാക്കാം. കോവിലിലെ കൊടിമരവും പാടിയിലെ പടുമരവും നീ കൈവച്ചാൽ പൊന്നാക്കും കലയുടെ മറിമായ. േവാരം നോൽക്കുന്നുണ്ടേ അകലെ അകലെ മുകില്, തനതന്നാരം പാടുന്നുണ്ടേ പകലിലരിയ വെയില്. കൊട്ടുവടിവാളും നാളെ കൊത്തുപണി ചെയ്യാനായി, ചേറ്റുമണലമ്മച്ചിക്ക് ചോറ്റുകലമുണ്ടാക്കാം. കൊട്ടുവടിവാളും നാളെ കൊത്തുപണി ചെയ്യാനായി, ചേറ്റുമണലമ്മച്ചിക്ക് ചോറ്റുകലമുണ്ടാക്കാം. ഇല്ല മുഴക്കോലാലെന്നും വല്ലായ്മകൾ ഞാൻ തീർക്കാം, ഇല്ല മുഴക്കോലാലെന്നും വല്ലായ്മകൾ ഞാൻ തീർക്കാം. പള്ളികളും പഴമനയും കോവിലകം തിരുനടയും ഈ കൈവച്ചാൽ കണ്ണാക്കും കലയുടെ ഗുണപാഠം. േവാരം നോൽക്കുന്നുണ്ടേ അകലെ അകലെ മുകില്, തനതന്നാരം പാടുന്നുണ്ടേ പകലിലരിയ വെയില്.
പുന്നാര പെരുന്തച്ഛനെ വിരുദ് കൊണ്ട് ഭൂലോകം ചമച്ചവനെ കാണാത്ത മരമറുത്ത് കനവ് കൊണ്ട് കൊട്ടാരം പണിഞ്ഞവനെ ഒരു ചാണോളം നീളത്തിൽ ഉയിരിനൊരുവം തകതിമി തകതിമി തച്ചടു തടിയിട് കൈകൊടു മെയ്കൊടു തക്കിട തരികിടതോ ആ തച്ചിലൊരുണിയിട് കുറിയിട് കോലിട് തകതിമി തകതിമിതോ ദേവാരം നോക്കുന്നുണ്ടേ അകലെ അകലെ മുകില് തനതണ്ടാരം പാടുന്നുണ്ടേ പകലിലറിയ വെയില്. സാറേ എന്നാ ചടങ്ങ് തുടങ്ങിയാലോ? ഏയ് തുടങ്ങാറായില്ല. കട്ടള വെക്കുമ്പോൾ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ കൂടി വേണ്ടേ? ആ അതിനല്ലേ സാർ ഇവിടെ നിൽക്കുന്നത്? ലക്ഷ്മി ഇതെൻ്റെ ഡ്രൈവറുടെ ഭാര്യ. ഒരു ആക്സിഡൻറ്റിൽ പെട്ട് അയാൾ മരിച്ചുപോയി. എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ ആ അപകടത്തിൽ വണ്ടി കൊണ്ട് ഇടിച്ചു നിർത്തിയത്. പ്രായശ്ചിത്തവോ പ്രത്യുപകാരമോ ഒന്നുമല്ല, ഇതവൻ്റെ സ്വപ്നമായിരുന്നു. അതുകൊണ്ട് ലക്ഷ്മിക്കും പിള്ളേർക്കും ഉള്ളതാ ഈ വീട്. സാറിപ്പോൾ കാണിച്ചൊരു വലിയ മനസ്സ് തന്നെയാണ്. ഇന്നത്തെ കാലത്ത് പലർക്കും ഇതൊക്കെ ചെയ്യാൻ മടിയാ. ഈ വീടിൻ്റെ പണിക്കുള്ള കൂലി ഞങ്ങൾക്ക് വേണ്ട. ഏയ് അതൊന്നും കുഴപ്പമില്ല. അല്ല സാറേ, ഒരുപാട് കൊടുക്കാനൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങളെ കൊണ്ടാവുന്ന പോലെ സാറിൻ്റെ കൂടെ ഉണ്ട്. മോനാണല്ലേ, അങ്ങനെ ഒന്നും മേടിക്കില്ല എന്ന് വാശി പിടിക്കരുത്. എന്നാ പിന്നെ സാറിൻ്റെ മോളെ എനിക്കൊന്ന് കെട്ടിച്ചേരാൻ പറ്റുമോ? 2 കിലോ ഇഷ്ടത്തില്ല. Amrithveni Life Kit Superstar Senior powered by Malabar Gold and Diamonds and UGS Gold Loan and Eastern. Judges? Yes. Ajal and family. എല്ലാ മിക്കവരുടെയും പേരൻസ് സൂപ്പർ സ്റ്റാറിന്റെ ഈ ഫ്ലോറിലല്ലേ പോലും ഈ പരിസരത്തൊക്കെ വന്നിട്ടുണ്ട്. ഇവരാദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്കൊന്ന് വരുന്നത്. ഞങ്ങൾ എത്ര നാളായിന്നറിയോ കാത്തിരിക്കണേ. അപ്പൊ ഇതുവരെ ഈ പരിസരത്തൊന്നും വന്നിട്ടില്ലേ? ഇല്ല. അച്ഛാ അജൽ മാത്രമാണ് ഇങ്ങോട്ടേക്ക് ആ വരുന്നത്. ഒറ്റയ്ക്കാണോ വരുന്നത്? ഇവനുണ്ടെങ്കിൽ ആ ഏരിയ വരത്തില്ലെന്നാണ് ഫാമിലി പറയുന്നത്. അല്ല അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ മനസ്സിലായി, അതെ, തെളിയിച്ചു. ഒറ്റയ്ക്ക് പാടിയവൻ ക്വാർട്ടർ ഫൈനൽസ് വരെ എത്തി ഇവിടെ. എന്താ അച്ഛന്റെ പേര്? അതെ, എന്റെ പേര് ഉദയകുമാർ. ഓക്കെ. അച്ഛൻ എന്താ ചെയ്യുന്നേ? ഞാൻ കാർപ്പൻറ്ററി വർക്കാണ്. ഓ ഓക്കെ. ആ പുറകെ നിൽക്കുന്നത് പെണ്ണിന്റെ അച്ഛൻ. പെണ്ണിന്റെ അച്ഛൻ. ഇത് അജലിന്റെ കൊച്ചച്ഛനാണ്. ആഹാ, ഓർക്കനെയ്യാണ്. ആ ഓക്കെ ഓക്കെ. അജലിന്റെ കൊച്ചച്ഛനാണ്. ഇങ്ങനെ എത്ര എണ്ണം ഉണ്ട്? അച്ഛൻ ഇനിയുണ്ടോ വേറെ കൊച്ചച്ഛൻ? ഇനി കൊച്ചന്മാരുണ്ടോ? രണ്ടെണ്ണോ? രക്ഷപ്പെട്ടു. എന്റെ പേര് ലിജിത്ത് എന്നാണ്. ലിജിത്ത്. എന്താ ചെയ്യുന്നത്? കാർപ്പൻറ്ററി വർക്ക് തന്നെയാണ്. ഓ ഓക്കെ. ഈ അമ്മ. അമ്മ എന്റെ പേര് സജിത. പാവം. ഞാൻ രാവിലെ പരിചയപ്പെടാൻ പോയപ്പോഴും ഇങ്ങനെ നിക്ക അജലിന്റെ പുറകില്. ഓക്കെ. ഇവൻ എങ്ങനെയാണ് വീട്ടില്? അതെ. ആ അമ്മ പറഞ്ഞു, അമ്മ പേടിക്കണ്ട, അമ്മയുടെ മനസ്സിലുള്ളതൊക്കെ അമ്മ തുറക്ക്. കുഴപ്പമൊന്നുമില്ല, വീട്ടില് നല്ല കുട്ടിയാ. ഈ അയലത്തുകാർക്കോ? ആർക്കും അവനെ കൊണ്ടൊരു ഒരു പ്രശ്നമില്ല. അത് സ്വന്തം അമ്മ അങ്ങനെയല്ലേ പറയൂ. അയൽപക്കത്തുള്ള ആരും ഇവിടെ ഇല്ലല്ലോ നമുക്ക് ചോദിക്കാൻ. എന്നാലും അജലിന്റെ ഒരു കുരുത്തക്കേട് എന്തെങ്കിലും? അങ്ങനെ പ്രത്യേകിച്ച് കുരുത്തക്കേടൊന്നുമില്ല. ചെയ്യുന്നതെല്ലാം കുരുത്തക്കേടാണ്. പ്രത്യേകിച്ചൊരു കുരുത്തക്കേടൊന്നും അല്ല, ഇല്ല. അവൻ വീട്ടിനാ പുറത്തിറങ്ങത്തതേ ഇല്ല. ആണോ? ആണോ? നീ വല്ല ജയിൽ പുള്ളി വല്ലാണോ? അത് ഒളിവിലാണോ? അല്ല, എൻ്റെ നാട്ടിലുള്ള ഫ്രണ്ട്സ് എല്ലാവരും അങ്ങ് പുറത്തു പോയി. അപ്പൊ പിന്നെ ഇപ്പൊ നാട്ടിലൊന്നും ആയില്ല. പിന്നെ ഞാൻ അപ്പൊ വീട്ടിൽ തന്നെ. ഇനി അടുത്ത ആള് പേരെന്താ? അതുൽ. അതുൽ. ബ്രദറാണോ? അജലിന്റെ അനിയൻ? ഇത് എന്റെ കൊച്ചച്ഛന്റെ മകനാണ്. അജലിന്റെ ബ്രദർ ബ്രദറുണ്ട്. അവൻ മോൻ എന്ത് ചെയ്യുന്നു? ഞാൻ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുക. ഓക്കെ. നന്നായിട്ട് പഠിക്കല്ലോ. അത് ഞാൻ പിന്നെ അജലിനെ പോലെ ആയിപ്പോ. പിന്നെ സെൽഫി കുട്ടി ഏതാ? അത് എനിക്ക് ഈ സ്ക്രിപ്റ്റിനകത്ത് ഒരു ഫീമെയിൽ ക്യാരക്ടർ ആദ്യം ഇല്ലായിരുന്നു. പിന്നെ ആഡ് ചെയ്തപ്പോഴേക്കും എനിക്ക് പരിചയത്തിൽ ആരും അവൈലബിൾ അല്ലായിരുന്നു. അപ്പോ തേജസിന്റെ ഫാമിലിയിലുള്ള ഒരാളെ ഞാൻ പ്രഫുല്ല എന്നാണ് പേര്. ഓ, തേജസ് പിന്നെ സെമിയിൽ എത്തിയല്ലോ, അതുകൊണ്ട് തേജസിന് ഇനി കുഴപ്പമില്ല. അതെ, ചേച്ചി പൊക്കോളൂ എന്നൊക്കെ. ഓക്കെ. പേരെന്തായിരുന്നു? പ്രഫുല്ല. പ്രഫുല്ല. ഓക്കെ. എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യുന്നു? ഞാൻ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നു. ഏത് പഞ്ചായത്ത്? ശ്രീകറുപ്പ് പഞ്ചായത്തിൽ, കോട്ടയത്ത്. പഞ്ചായത്തില് എന്തായിട്ട് വർക്ക് ചെയ്യണം? വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട്. എന്റെ അമ്മേ, ആണോ? അത്ര വലിയ വില്ലേജ് ഓഫീസറാണ് ഇവിടെ വന്നിട്ട് ഡാൻസ് ചെയ്തത്. സെൽഫി എടുത്തിട്ട് പോയത്. ഇത് വെളി വരുമ്പോ നമുക്ക് പറയല്ലേ, പഞ്ചായത്തിലെ ആളൊക്കെ പഞ്ചായത്ത് ആളൊക്കെ വന്ന് സെൽഫി എടുത്തിട്ട് പോയ ഒരു വേദിയാണിത്. ഓക്കെ. അച്ഛാ,
അച്ഛന്റെ ആക്ടിങ് എന്റെ പൊന്നോ സൂപ്പർ ആയിരുന്നു. അതെ അതെ അതെ. അച്ഛൻ ആക്ടിങ് ഒക്കെ ഭയങ്കര ഇഷ്ടല്ലേ? ഇഷ്ടമാണ്. ആണോ? ആദ്യമായിട്ടാണ് കാണുന്നത്. ആദ്യമായിട്ടാണ്. നാച്ചുറൽ ആക്ടിങ് ആയിരുന്നു അച്ഛൻ. തീർച്ചയായും. നൈസ് നൈസ്. അതുപോലെ ആ കോൺസെപ്റ്റ് നല്ലതായിരുന്നു. അതെ. അവസാനം നിന്റെ ആ വൃത്തികെട്ട ചോദ്യം ഒഴിച്ച് ഓഫർ ഒഴിച്ച് ബാക്കി എല്ലാം നല്ലതായിരുന്നു. അതെ, എല്ലാം അവസാനമായപ്പോഴേക്കും യഥാർത്ഥ അജൽ പുറത്തു വന്നു. മോനിങ്ങനെ വല്ല ഓഫർ പുറത്തിറക്കണ്ടാവോ അച്ഛാ? ഇല്ല ഇല്ല ഇല്ല. ഇല്ല അല്ലേ? പാവമാണ്. പാറു അതെങ്ങനെയാ പുറത്തേ ഇറങ്ങാത്ത ആള്? അല്ല നമുക്ക് അറിയില്ലല്ലോ ചേച്ചി. വീട്ടിലിരുന്നിട്ട് ഫോൺ അതെ, ഒരു ഓഫർ ഉണ്ടെന്നൊക്കെ. ഓക്കെ, ആരെങ്കിലും പാട്ടൊക്കെ പാടോ? കൊച്ചച്ഛൻ ചെറുതായിട്ടൊക്കെ പാടും. കൊച്ചൻ പാടോ? വീട്ടിലെ പാട്ടുകാരനാ. അതാ വേണ്ട ഞങ്ങൾക്ക്. അതാണ് കൊച്ചച്ഛൻ നല്ല പച്ച ജുബയൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. പാട്ടുകാരന്റെ പാട്ട് കേൾക്കാം. ആ അതെ, കൊച്ചച്ഛന്റെ ഒരു പാട്ട്. ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ പതിയെ പറന്നെന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. പല നാളലഞ്ഞ മരുയാത്രയിൽ ഹൃദയം തിരഞ്ഞ പ്രിയ സ്വപ്നമേ മിഴികൾക്കു മുൻപിലിതളാർന്നു നീ പിരിയാനൊരുങ്ങി നിൽക്കയോ ബിരിയാനൊരുങ്ങി നിൽക്കയോ. പുലരാൻ തുടങ്ങുമൊരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാർക്കവേ ഒരു നേർത്ത തെന്നലലിവോടെ വന്നിൻ നിറുകിൽ തലോടി മാഞ്ഞുവോ നെറുകിൽ തലോടി മാഞ്ഞുവോ. ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ പതിയെ പറന്നെന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. കൊച്ചച്ഛൻ ഇനി വീട്ടിൽ പാടണ്ട, പുറത്തൊക്കെ നീ പാടിക്കോ കൊച്ചച്ച. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു കോൺസെപ്റ്റ്, നല്ലൊരു തീമില് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഇത് വലിയ കാര്യം. അടിപൊളിയായിരുന്നു. എനിക്ക് ലാസ്റ്റ് ഇഷ്ടപ്പെട്ടു ആ പഞ്ച് ഡയലോഗ്. അതെ, അടിപൊളിയായിരുന്നു. സൂപ്പർ. അപ്പൊ താങ്ക് യു സോ മച്ച് അജലിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നതില്. ഓക്കെ, താങ്ക് യു. ഓക്കെ അജൽ, ഹലോ ചോദിക്കാം. ചോദിക്കാം. ഹലോ ചോദിക്കാം. ശരത് സർ, നല്ലൊരു ഓളമുള്ള നല്ലൊരു കൊഴുപ്പുള്ള പാട്ട്, അത് പ്രത്യേകിച്ച് അത് വരുമ്പം തന്നെ നമുക്ക് ആ ഗ്രൂപ്പ് വരുമ്പം തന്നെ നമുക്ക് ഒരു സുഖമാണ്. നന്നായിട്ട് പാടിയാ ചേട്ടാ. ആ തുടക്കം മാത്രം ഒരു ചളുങ്ങിയ തുടക്കമായിപ്പോയി. തേവാല എന്തൊരു പറ്റി? അത് സ്റ്റാർട്ടിങ് കയറിയപ്പോ എന്തോ ഒരു പ്രശ്നം, അറിയത്തില്ല. അത് നോക്കണം, പഴയ എഞ്ചിന് പോലെ ആവരുത് സ്റ്റാർട്ടിങ് ട്രബിൾ കേട്ടോ. ഒറ്റ അടിക്ക് എടുത്തോണം മോനെ, അതേ ഉള്ളൂ. വേറെ ഈ നിഷാദമയ്യ ഇപ്പൊ ചരണം പാടുന്നില്ലേ? ചരണം ഒന്ന് പാടിക്കേ. കൊട്ടുവടിവാളും അതാ കൊട്ടുവാ കൊട്ടുവടി. അതല്ലേ? അപ്പൊ അതിനൊരു കൃത്യത വേണ്ടേ? അല്ല കൊട്ടുവടിക്ക് തല്ലും ഞാൻ. കൊട്ടുവടിവാളും നാളെ ഇങ്ങനെ സെവനെന്ന് എഴുതിയല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായില്ല. കൊട്ടുവടി കൊട്ടുവടി കൊട്ടുവടിവാളും നാളെ കൊത്തുപണി ചെയ്യാനായി ചേറ്റുമണലമ്മച്ചിക്ക് ചേറ്റുമണലമ്മച്ചിക്ക് ചോറ്റുകലമുണ്ടാക്കാം. അതൊക്കെ നോക്കണം. ഇതൊക്കെയാണ്. അല്ലാതെ ഈ പിന്നകത്ത് നമ്മൾ കൊല പറിച്ച് കീറേണ്ട കാര്യമൊന്നുമില്ല. നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ. നിങ്ങളുടെ ആ കോൺസെപ്റ്റും പിന്നെ എല്ലാം നല്ലതായിരുന്നടാ. ഒരു നന്മ നിറഞ്ഞ ഒരു സംഭവമാണ്. ഞങ്ങൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് പണിക്കൂലി വേണ്ട എന്ന് പറയുന്നത്. അതുവരെ എനിക്ക് സന്തോഷമായിരുന്നു. അവസാനം നിന്റെ ആ ഒരു തേപ്പ് സംഭവം ചോദിച്ചില്ല. ചോദിക്കുന്നടാ വളരെ സിമ്പിൾ ആയിട്ട് വെറുതെ. എന്തൊക്കെയായാലും നല്ല രസമുണ്ടായിരുന്നു അജല. മൊത്തത്തിൽ നമ്മുടെ കോറസ് ആരൊക്കെ ആയിരുന്നു? ആ നല്ല ആളുകളൊക്കെ അതിനൊക്കെ കോറസ് പാടിത്തരുന്നത്. സെമി ഫൈനലിസ്റ്റ് അത് തന്നെ നിനക്കൊരു വമ്പൻ വിജയമാണ് നിന്നെ സംബന്ധിച്ച്. പിന്നെ മൊത്തത്തിൽ നല്ലതായിരുന്നടാ. അതൊരു മൊത്തത്തിലൊരു നല്ല ഓളം ഉണ്ടായിരുന്നു അതിൽ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ.
ചേച്ചി എനിക്കത് ഇഷ്ടപ്പെട്ടെ. ഇത് ഇങ്ങനെ സൂപ്പർ സോങ് സെലക്ഷൻ. താങ്ക് യു ഓക്കെ, ഭയപ്പെടാതെ മനോഹരമായിട്ട് പാടിക്കോ. നമുക്ക് ശരിയാക്കി എടുക്കണം. ഇനി സെമി ഫിനാലെ ഒക്കെ ഉള്ളതാ. ഈ ഒരു പാട്ട്, ഈ ഒരു പടം എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ലൈഫ് ചേഞ്ചിങ് കുറേ കാര്യങ്ങൾ തന്ന ഒരു പടമാണ് രസതന്ത്രം. അതിൽ ഒന്ന് സൂപ്പർ ഹിറ്റായി മാറ്റിയ, നമ്മുടെ പ്രേക്ഷകരെല്ലാവരും കേട്ട് സൂപ്പർ ഹിറ്റാക്കി മാറ്റിയ ആറ്റിൻകരയോരത്ത് ഇതിലായിരുന്നു. അതേപോലെ കിട്ടിയ വേറൊരു ഭാഗ്യം, ആദ്യമായിട്ട് ലാലേട്ടനോട് ഞാൻ സംസാരിക്കുന്നത് ഫോണിലൂടെ ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ സമയത്താണ്. പാട്ട് ഷൂട്ടിംഗ് സമയത്ത് അദ്ദേഹം പാട്ട് നന്നായി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ആ സമയത്താണ് ആദ്യമായിട്ട് ലാലേട്ടനോട് ഫോണിൽ സംസാരിക്കുന്നത്. അതൊക്കെ ഞാൻ ഓർക്കുന്നു ആ ഒരു സംഭവം. പിന്നെ ഈ പണ്ട് പറയല്ലോ കോൾ ഷീറ്റ്, അപ്പോൾ ഒരു ദിവസം രാവിലെ ഒരു പാട്ട്, ഉച്ചയ്ക്ക് ഒരു പാട്ട്, വൈകിട്ടൊരു പാട്ട്, അങ്ങനെ അത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഈ പടത്തിൽ 2 പാട്ട്, ഒന്ന് പൊന്നാവണി പാടം, അതുപോലെ ആറ്റിൻകര, അത് 2 കോൾ ഷീറ്റായിട്ട് റെക്കോർഡ് ചെയ്ത ഒരേ ദിവസം റെക്കോർഡ് ചെയ്തത്. അപ്പം ഇപ്പോഴും ഓർക്കുന്നു, അന്ന് വേറൊരു ഭാഗ്യം കൂടെ കിട്ടി. ആറ്റിൻകര പാടിക്കഴിഞ്ഞ് ഇറങ്ങി ഞാൻ എന്ന് വെച്ചാൽ നമ്മൾ കൺസോളിൽ തന്നെ നിന്നിട്ട് സാറ് മുമ്പിൽ നിൽക്കും ഇങ്ങനെ പാടുന്നത്. അപ്പോൾ പെട്ടെന്ന് ഡോറ് തുറന്നപ്പോഴത്തേക്ക് ബാക്കിയിൽ കമൽഹാസൻ സാറ്, അദ്ദേഹം ആ കൺസോളിലേക്ക് കയറി വരികയാണ്. ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ നേരെ ഫ്രണ്ടിൽ ഫസ്റ്റ് ടൈം അദ്ദേഹത്തിനെ നേരിട്ട് കണ്ടത്. അപ്പോൾ എനിക്ക് ഒരുപാട് നല്ല നല്ല മൊമെൻറ്റ്സ് സമ്മാനിച്ച ഒരു മൂവിയാണ് രസതന്ത്രം. അതുകൊണ്ട് എനിക്ക് ഭയങ്കര കെമിസ്ട്രിയാണ് ഈ പടവുമായിട്ട്, രസതന്ത്രമായിട്ട്. ഗോഡ് ബ്ലെസ് യുടാ, നല്ലതായിട്ട് പാടി. ഇനിയും മനോഹരമാവട്ടെ. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഷാനിക, അതിൽ എന്നാലും പാട്ട് പാടി തന്നിട്ടില്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഗേൾ ഫ്രണ്ട് ഇത് ആദ്യമായിട്ടാണ്. അത് ശിവനന്ദ സാർ ഡബ് ചെയ്തേക്കുന്നത്. ശിവനന്ദയാണോ ഡബ് ചെയ്തത്? ഓക്കെ, അതും നല്ലത്. ഞാൻ ചോദിക്കാനിരിക്കുന്നത് ആരാണ് ഡബ് ചെയ്തതെന്ന്. അത് ഭയങ്കര ആക്റ്റീവായിട്ട് ചെയ്യുന്നത്, അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ വിനീതാണ് ഈ പാട്ട് പാടിയത്. ഞങ്ങൾ ഇന്നലെ രാത്രിയും കൂടെ നമ്മൾ സംസാരിച്ചു. വിനീത് കാനഡയിലാണ്. തേവാരത്തിന്റെ വീഡിയോ വന്നിട്ടുണ്ട്, മീൻസ് കാനഡയിൽ പാടുന്നത്. അതാണ് ഈ രാജാ സാറിന്റെ സോങ്സിന്റെ ഒരു ഭയങ്കര വലിയൊരു ഇതാണ്. അതായത് അവിടുത്തെ ഏതൊരു ഓഡിയൻസ് ഇത് ഷൂട്ട് ചെയ്തിട്ടിട്ട് അവൻ തേവാരം പാടുമ്പോഴേ എല്ലാവരും അങ്ങ് കൂടെ പാടി അതങ്ങ് അർമാദിക്കാണ്. പിന്നെ അവന്റെ സ്റ്റേജിലെ പെർഫോമൻസ് എന്ന് പറയുന്നത് നമുക്കറിയാലോ. അവൻ ഇന്നലെ വിളിച്ചത് ഭയങ്കര വികാരം കൊണ്ടിട്ടാണ്. കാരണം നമ്മുടെ പാട്ടുകൾ അളിയാ ഇപ്പോഴും ഇവിടെ ഭയങ്കര രസമാണ്, എല്ലാവരും പാടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ കണ്ട വീഡിയോ തേവാരത്തിൻ്റെ ആയിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് ഇന്ന് തേവാരം പാടിയതും കൂടി ആയപ്പോൾ അതൊരു ഭയങ്കര ഒരു കണക്ട് ഫീൽ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു അജലെ. ഈ പാട്ടെന്ന് പറയുന്നത് ഒരു എടുപ്പാണ്. തുടക്കം തൊട്ട് അവസാനം വരെ എല്ലാം പുഷ് ചെയ്ത് പാടേണ്ട ഒരു പല്ലവി ആണെങ്കിലും ശരി, അനുപല്ലവിന്റെ ബിഗിനിങ്. എനിക്ക് ആകെ പല്ലവിന്റെ ആ ബിഗിനിങ്, ആ ഒരു തേവാരം ഒന്ന് ചളുങ്ങി. ബാക്കി അതർവൈസ് എല്ലാം നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു എടുപ്പ്, ആ ഒരു പുഷ്, ആ ഒരു ഗുമ്മ്. കാരണം ഓൾമോസ്റ്റ് വിനീത് പാടിയതിന്റെ ആ ഒരു കൾച്ചർ റീക്രിയേറ്റ് ചെയ്യാൻ അജലിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു ഹോൾ ആക്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ അവസാനം നമ്മുടെ അശോകേട്ടൻ്റെ ഒക്കെ ഒരു ലുക്കിൽ നേരെ പെണ്ണിന്റെ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് എന്നാ പിന്നെ പിന്നെ ഈ പാട്ടിന്റെ വിഷ്വലിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് അറിയോ? ക്യാമറയിലോട്ടൊക്കെ പോണ്ടി വരുമോ നമ്മൾ? ബിഹൈൻഡ് ദ ക്യാമറ പോവാം. എഡിറ്റ് ചെയ്തത് സതീഷ് ചേട്ടനാണോ? പാട്ട് എഡിറ്റ് ചെയ്തത് നമ്മുടെ സ്വന്തം സതീഷ് ഭായി ആണ്. തേവാരം എന്ന് പറഞ്ഞ പാട്ട് എഡിറ്റ് ചെയ്തത് സതീഷ് ഭായി ആണ്. സതീഷ് ഭായിക്ക് വലിയൊരു കൈയാണ്. അപ്പൊ അത്രേ ഉള്ളൂ അജലെ. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്സ് ചോദിക്കാം. ചേച്ചി അജലിന് 9.2. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സാർ? അജലേ സാർ 9.2. താങ്ക് യു. താങ്ക് യു സാർ. ഷാനിക? അജല കുജലെ സാർ താങ്ക് യു. ഓക്കെ, സോ ടോട്ടൽ 18.4. അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും, അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്, മറ്റെല്ലാം ചുമ്മാ. സൂപ്പർ